ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പമെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു.എസ്. സെക്രട്ടറി ആശയവിനിമയം നടത്തി. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണം അപലപിക്കേണ്ടത് അനിവാര്യം എന്ന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നു. ഐസൺ, വിവരങ്ങൾ. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് എടുത്തു പറയേണ്ടത് ഭാരതത്തിന്റെ അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടതാണ് പാകിസ്ഥാനോട് എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, ഒരു സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടാണ് പാകിസ്ഥാൻ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ചൈന അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് നേരെ എതിരായി, അതായത് ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ സഹകരിക്കണമെന്നൊരു നിലപാട് കൃത്യമായി ഷെഹബാസ് ഷെരീഫിനോട് മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി കണക്കാക്കപ്പെടുന്നത്. നേരത്തെ എനിക്ക് സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്ന നിലപാട് വളരെ കൃത്യമായി മാർക്കോ റൂബിയോ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ആക്രമണം, അതായത് ഏപ്രിൽ 22 നടന്ന ആക്രമണം തീർത്തും മനുഷ്യത്വഹീനമായ ഒരു പ്രവർത്തനമാണ്. ഭീകരതയുടെ മനുഷ്യത്വഹീനവും ക്രൂരവുമായ പ്രവൃത്തികൾക്കെതിരെ കർശന നിലപാടെടുക്കണമെന്ന് കൃത്യമായി പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെയാണ് ഈ ഭീകരാക്രമണം, ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തെ അപലപിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായൊരു നിലപാട് മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തത്. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ഭീകരാക്രമണം സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ അപലപിക്കുന്നു എന്ന നിലപാട് കൃത്യമായി പറയുന്നതിന് പകരം, ഭീകരാക്രമണത്തെ സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിലപാടുകളൊക്കെ പറഞ്ഞ് ഒരു അഴഞ്ഞ നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായ ഒരു സൂചന തന്നെയാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകൾ അറിയിച്ചിരുന്നു. ട്രംപ് പറഞ്ഞത്, ഭീകരാക്രമണം മനുഷ്യത്വഹീനമായ ഒരു പ്രവർത്തനമാണ്, അംഗീകരിക്കാനാവില്ല, അത് ലോകത്തിന്റെ പുരോഗതിയെ തന്നെ പിന്നോക്കം അടിക്കുന്ന ഒരു നീക്കമാണ്. ഇതിന് പിന്തുണയ്ക്കുന്ന നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്, അത് പരസ്പരം ഭാരതവുമായി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് നേരത്തെ ട്രംപ് പറഞ്ഞതെങ്കിൽ കുറെ കൂടി കർശനമായ ഒരു നിലപാടാണ് നിലവിലെ പാകിസ്ഥാന്റെ നീക്കങ്ങളോട് അമേരിക്ക സ്വീകരിക്കുന്നത് എന്നാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് എസ് ജയശങ്കറുമായും അതുപോലെ തന്നെ എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും മാർക്കോ റൂബിയോ ഫോണിൽ സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിട്ടിരുന്നു. അതിലാണ് വളരെ കൃത്യമായി ഈ ഭീകരതയ്ക്കെതിരായ നീക്കങ്ങൾക്ക് ഭാരതത്തോടൊപ്പം എന്ന അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനെ ഭീകരതയോ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് പരോക്ഷമായി എതിർപ്പറിയിക്കുന്ന കൃത്യമായൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശരി ഐസൺ, ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്ന യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു.എസ്. സെക്രട്ടറി ആശയവിനിമയം നടത്തി. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണം അപലപിക്കേണ്ടത് അനിവാര്യം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.